ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്താലോ? റൗണ്ട് സ്പഞ്ചിലാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. റൗണ്ട് സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോടുകൂടി 3D ഹാർട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായിട്ട് 3D ഹാർട്ട് ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഫ്ലവർ ചെയ്തെടുത്തത് നൂർ 18 എന്ന ഈ ഒരു നോസിൽ വെച്ചിട്ടാണ്. ഫ്ലവർ നെയിലിലാണ് ചെയ്യുന്നത്. ഫ്ലവർ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 3 സൈസിലാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഡസ്റ്റ് സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് കളർ കൊടുത്തത്. എന്നിട്ട് സൈഡിലൊക്കെ ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ഫ്ലവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് എപ്പോഴും കറണ്ട് പോക്കായതുകൊണ്ട് കറണ്ട് വരുന്ന ടൈം നോക്കി ക്രീമൊക്കെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് മെൽറ്റായാലും ഫ്ലവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫ്ലവർ ആദ്യമേ തന്നെ ചെയ്ത് വെച്ചത്. ഇനി കേക്ക് ഐസിങ് ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്ത് വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ലെയറും ചെയ്യുന്നുണ്ട്. തേർഡ് ലെയർ വെച്ച് കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ആക്കി ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഹാർട്ട് ഷേപ്പ് ആക്കിയെടുക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ ഹാർട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി റെഡ് വെൽവെറ്റ് സ്പഞ്ചിൻ്റെ ക്രംസ് എടുത്ത് ചൂടാക്കിയ ശേഷം ഒന്ന് ചൂടാറ്റിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ക്രംസ് ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോയാൽ അത് റെഡ് കളർ മാറി ബ്ലാക്ക് കളറായി പോകും. ക്രംസിന് കളർ കുറവാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് 1-2 ഡ്രോപ്സ് റെഡ് കളർ കൂടെ ആഡ് ചെയ്ത് പൊടിച്ചെടുത്താൽ ക്രംസിന് നല്ല കളർ കിട്ടും. സ്പോഞ്ച് 3 ലെയറായി കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചെറിയൊരു പീസ് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ച് കൊടുക്കാം. ക്രംസ് കേക്കിൻ്റെ മുകളിൽ ഉള്ളതുകൊണ്ട് ഫ്ലവർ കേക്ക് വെച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്ത് ഇതുപോലെ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് ക്രീം ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലവർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഇരുന്നോളൂ. കുറച്ച് ലീഫ് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിൽ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മാറ്റർ എഴുതി കൊടുക്കുന്നത് ഫോണ്ടന്റിലാണ് കേട്ടോ. പെന്ന് കൊണ്ടല്ല, റെഡ് കളറിൽ ബ്രഷ് മുക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഫോണ്ടന്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം കേക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ നേരിട്ട് കാണാൻ. ഞാൻ തന്നെ മുമ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കേക്കാണ് കസ്റ്റമർ കസ്റ്റമൈസ്ഡ് പിക്കായി തന്നിരിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.